ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം, രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഭാഗവതം തൃതീയ സ്കന്ധം ഒന്നാമത്തെ അധ്യായം വരെ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിച്ചു. വിതുരരും ഉദ്ധവരും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗങ്ങളാണ് നമ്മൾ വൃന്ദാവനത്തിലെ യമുനാതീരത്ത് വച്ചിട്ട് കാണുന്ന ആ രംഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്യാനായിട്ട് അല്പം സമയം വൈകിപ്പോയ കാരണം, ഇത്തിരി രാത്രിയായ കാരണം പാരായണത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും വായിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. എന്തോ എല്ലാ ദിവസവും വായിക്കണ പോലെ അങ്ങോട്ടുള്ളൊരു അനുഭവമായില്ല എന്ന് തന്നെ പറയാമെങ്കിലും ഭഗവാനെ അത് ആ എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് ഈയൊരു പാരായണം ഇനി ഓരോ ദിവസവും പാരായണം ചെയ്യുമ്പോഴും അത് കൂടുതൽ കൂടുതൽ അനുഭവമാക്കി തീർത്തുകൊണ്ട് മനോമാലിന്യങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ആ പാരായണം ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആ ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് പാരായണം ചെയ്യാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പാരായണം ചെയ്യേണ്ടത് തൃതീയ സ്കന്ധത്തിലെ 2-ാം അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത്. അത് ഭാഗവതം അക്കിത്ത ഭാഗവതവും മൂലഭാഗവതവും കൂടിയാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തൃതീയ സ്കന്ധം 2-ാം അധ്യായത്തിലെ വ്രജലീലാ നിരൂപണം എന്നാണ് അക്കിത്ത ഭാഗവത അധ്യായത്തിന് നൽകിയിരിക്കുന്ന പേര്. നമുക്ക് വേണ്ടതുപോലെ ആ വൃന്ദാവന വ്രജം എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ഏറ്റവും ഭക്തന്മാരുടെ കൂട്ടം തന്നെയാണ്. കൂട്ടമായിട്ട് താമസിക്കുക എന്നുള്ളതാണ് വ്രജം എന്ന വാക്കുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ എവിടെയാണോ ആ പരമപ്രേമം ഉള്ള ആ ശ്രീകൃഷ്ണപ്രേമമുള്ളവരുടെ കൂട്ടം തന്നെയാണ് വ്രജം. അപ്പോൾ ആ വ്രജത്തിലെ ലീലകളാണ് അത് അവിടെ വർണ്ണിക്കണമെന്നുള്ളത് പറയാം. അപ്പോൾ അത് വേണ്ടതുപോലെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ആ വൃന്ദാവനത്തിലെത്താനും അതിനൊക്കെ വേണ്ടതുപോലെ പാരായണം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആ ഭാവമൊക്കെ വരാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ അത്രയും മഹത്തായ വരികളാണ്. ശരിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കത് പഠിച്ചിട്ട് വേണം, പഠിച്ചാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും വരുള്ളൂ എന്ന് പറയും. പക്ഷേ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ധാരാളം വായിക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിക്കുമ്പോൾ ധാരാളം വായിച്ചിട്ടാണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ പഠിക്കുന്നതിന് മുമ്പും വായിച്ച് പഠിക്കുന്നതിന് മുമ്പ് പുസ്തകം പരിചയപ്പെടുന്നതിന് മുമ്പ് ധാരാളം കേട്ട് ആ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഉള്ളിൽ തരുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതിനെ അനുഭവിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. അത് പാരായണം ചെയ്യുമ്പോൾ ആ കേൾക്കുന്ന അത്രയ്ക്കൊരു അനുഭവം പാരായണം ചെയ്യുമ്പോൾ വരണില്ല. അക്ഷരത്തെറ്റുകൾ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ ഇന്ന ഭാഗം എന്നുള്ളതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തോന്നണില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടവും. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ അപ്പോൾ വിചാരിക്കും വായിക്കേണ്ട, കേൾക്കാം. അങ്ങനെയാണ് ശരിക്കും ഈ ഭാഗവതം വായിക്കണേക്കാൾ കൂടുതൽ കേൾക്കുക എന്നുള്ളത് വന്നത്.
പിന്നെ ഗ്രന്ഥം നോക്കിയിരുന്നിട്ട് കേൾക്കുക എന്നുള്ളത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രന്ഥത്തിൽ നോക്കിയിരിക്കുന്ന സമയത്ത് 2-3 ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ ബാധിക്കും. എന്നെയാണ് കേട്ടോ, എൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. ഒന്നെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉറക്കം വന്നു എന്ന് വരും ഈ പുസ്തകത്തിൽ ഇങ്ങനെ നോക്കിയിരുന്ന് വായിക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ പുസ്തകത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ അക്ഷരങ്ങളിങ്ങനെ നോക്കിയിരുന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സ് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ ആ ഒരു ഇച്ഛ വിട്ട് സഞ്ചരിക്കും. ഗൃഹകാര്യങ്ങളായിട്ടോ എന്തെങ്കിലും കാര്യങ്ങളായിട്ടോ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ മനസ്സ് പോകും. അപ്പോൾ ആ ശ്രവണം വേണ്ട വിധത്തിലാവില്ല, അത് ഉള്ളിലേക്ക് എത്തില്ല. അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പുസ്തകം നോക്കാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് ഏത് ഭാഗം എന്താ എന്നുള്ളത് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിങ്ങനെ കുറച്ചൊക്കെ ഉള്ളിലേക്ക് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഭാഗവതം അങ്ങനെ കേൾക്കണത്. അങ്ങനെ കേട്ടത് കൊണ്ട് തന്നെ ഇതിങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് സങ്കടമാണെങ്കിലും ഇതൊരു ഉപാസന പോലെ വായിച്ച് സമർപ്പിക്കാം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഇതിൽ നിന്ന് ഇനി പിന്നാക്കാൻ നിൽക്കാണ്ട് ഒരു തവണയെങ്കിലും വായിച്ച് സമർപ്പിക്കാം എന്ന് തന്നെയാണ് ആ ഒരു ഇച്ഛ. അപ്പോൾ പാരായണം ചെയ്യുമ്പോൾ എനിക്കറിയാം, മധുരമായിട്ട് പാരായണം ചെയ്താൽ മാത്രമേ ഭാഗവതം അനുഭവമാവുള്ളൂ. എങ്കിലും ഈ പാരായണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. വേണ്ടതുപോലെ അത് പറയുമ്പോഴെങ്കിലും ഇതിനെ പറ്റിയിട്ട് പിന്നെ നമ്മൾ അനുസ്മരിക്കുമല്ലോ, അപ്പോഴെങ്കിലും അത് ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഭഗവാനോട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കിതൊക്കെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ബോധിപ്പിച്ച് തരും, ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ ഭഗവാൻ നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തില്ല. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് ഗുരുവായൂരപ്പനാണെങ്കിൽ അത് വേണ്ടതുപോലെ അതിൻ്റെ സമയമാകുമ്പോൾ ആ ഉള്ളിലിട്ട് തന്നതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഭഗവാന് തന്നെ സാധിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് നമുക്കിന്നത്തെ ആ പാരായണം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം രാധേശ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം ദ്വിതീയ അധ്യായം. ശ്രീശുക ഉവാച. ഇതി ഭാഗവത പൃഷ്ടാ ക്ഷത്രാവാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും ന ചോത്സാഹ ഔത്കണ്ഠ്യ സ്മാരിതേശ്വരാം. യ പഞ്ചഹായനോ മാത്ര പ്രാതിർ ആശയശാചിത തത് നൈശ്ചത് രചയന്യസ്യ സപര്യം ബാലലീലയാ. സകഥം സേവയാ തസ്യ കാലേന ജരസംഗത. പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാത് ഭർത്തുപാദൗ അനുസ്മരൻ. സമുഹൂർത്തം അഭൂത് തൂഷ്ണീം കൃഷ്ണാംഘ്രീസുതയാ ഭൃജം. തീവ്രേണ ഭക്തിയോഗേന നിമഗ്ന സാധു നിർവൃത. പുളകോദ്ഭിന്ന സർവാംഗോ മുഞ്ചന്മീലദൃശാശു ച. പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസരസംപ്ലുത. ശനകൈർഭഗവദ്ലോകാത് നൃലോകം പുനരാഗത. വിമൃജ്യ നേത്രം വിദൂരം പ്രത്യാഹോദ്ധവ ഉത്സ്മയൻ. ഉദ്ധവ ഉവാച. കൃഷ്ണദ്യുമണി നിമ്ലോച ഗീർണേഷു ഗീർണേഷു അജഗരേണ. കിം നുന കുശലം ബ്രൂയം ഗതശ്രീഷു ഗൃഹേഷ്വഹം. ദുർഭഗോ ബദലോകോയം യദവോ നിതരം അപി. യേ സംവസന്തോ ന വിദുർ ഹരിം മീന ഇവോടുപം. ഇംഗിതജ്ഞ പുരുപ്രൗഢ ഏകരാമാശ്ച സത്വതം ഋഷഭം സർവേ ഭൂതാവാസം അമംസത.
ദേവസ്യ മായയാ സ്പൃഷ്ടാ യേ ജാന്യത് അസദ് ആശ്രിത ആമ്യതേധിർന തദ്വാക്യേർ ആത്മന്യുക്താത്മനോഹരോ പദശ്യാതപ്തതപസാം അവിതൃപ്താദൃശാം നൃണാം അന്തരധാദ്യസ്തു സ്വബിംബം ലോകലോചനം യന്മർത്യലീലാലീലൗ വൈകം സ്വയോഗ മായാബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം യസ്യ സൗഭഗർദ്ധേ വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേ പരം പദം ഭൂഷണഭൂഷണാംഗം യദ്ധർമ്മസൂനുർബധരാജസൂയേ നിരീക്ഷ്യ ദിക്സ്വസ്ത്യയനം ത്രിലോക കാസ്യേന ചാദ്യേഹഗതം വിധാതുർ അവാക്സതൗ കൗശലം ഇത്യമന്യത യസ്യാനുരാഗപ്ലുത ഹാസരാസലീലാവലോക പ്രതിലബ്ധമന ലീലാവലോക പ്രതിലബ്ധമാന വ്രജസ്ത്രിയോ ദിഗ്ഭിർ അനുപ്രവർത്താധിയോ വദസ്തു കില കൃത്യശേഷ സ്വശാന്ത രൂപേഷിതരൈ സ്വരൂപൈർ അഭ്യദ്യമാനേഷു അനുകമ്പിതാത്മാ പരാവരേശോ മഹത് അംശയുക്തോ ഹ്യജോ ബിജാതോ ഭഗവൻ യദഗ്നിം മം ഖേദയദേദ്യത് അജസ്യ ജന്മാ വിഡംബനം യത് വസുദേവ ഗേഹേ വ്രജേജ വാസോരിഭയാത് ഇവ സ്വയം പുരാദ്വ്യവാസീത് യത് അനന്തവീര്യ ദുനോതി ചേതസ്മരതോ മമൈതത് യദ് ആഹപാദൗ അഭിവന്ദ്യപിത്രോ തദാംബകം സാദ് ഉരുശങ്കിതാനം പ്രസീതതം നോ കൃതനിഷ്കൃതീനം കോ വാ അമുഷ്യംഗ്രി സരോജരേണും ഈശീതപുമാൻ വിജിംഘൻ യോ വിസ്ഫുരൻ ഭ്രൂവിടപേന ഭൂമേർ ഭാരം കൃതന്തേന തിരശ്ചകാര ദൃഷ്ട്വാ ഭവത്സിർധനുരാജസൂയേ ചൈതസ്യ കൃഷ്ണം ദുഷിതോപി സിദ്ധി യാം യോഗിന സ്പൃഹയന്തി സമ്യക് യോഗേന സതതദ്വിരഹം സഹേത തഥൈവ ചാന്യേ നരലോകവീരാ യാഹേവ കൃഷ്ണ യാഹവേ കൃഷ്ണമുഖാരവിന്ദം നേത്രൈ പിബന്ധോ നയനാഭിരാമം പാർത്ഥസ്ത്രപൂതാപതമാപുരസ്യാം സ്വയം ത്വസാമ്യാതിശയസ്ത്രദീശ സ്വരാജ്യലക്ഷ്മ്യാപ്ത സമസ്തകാമാ ബലിം ഹരിദ്ഭീശിരലോകപാലൈ കിരീട കോട്യേടിതപാദപീഠ യത്തസ്യ കൈങ്കര്യമലം ഭൃതാംനോ വിഗ്ലാപയത്യങ്കയത് ഉഗ്രസേനം തിഷ്ടന്നിഷണ്ണം പരമേഷ്ടിതൃഷ്ണേ ത്യബോധയദ്ദേവ നിധാരയേതി അഹോബഗീയം സ്തനകാളകൂടം ജിഗാംസയാ പായയത് അപ്യസാധി ലേഭേ ഗതിം ധാത്രിജിതം തദോന്യം കംവാദയാലും ശരണം വ്രജേമാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഹോബഗീയം സ്തനകാളകൂടം ജിഗാംസയാ പായയത് അപ്യസാധി ലേഭേ ഗതിം ധാത്രുജിതം തദോന്യം കംവാദയാലും ശരണം വ്രജേമ മന്യേ സുരൻ ഭാഗവതാന്ത്രദീശേ സംരംഭമാർഗാഭിനിവിഷ്ടചിത്താൻ യേ സംയുഗേ ചക്ഷതതാസ്യ പുത്രം അംസേ സുനാഭായുധം ആപതന്തം
വാസുദേവസ്യ ദേവക്യം ജാതോ ഭോജേന്ദ്രവന്ദനെ ചിഗുഷുർഭഗവാനസ്യാശം അജേനാഭിയാചിത തതോ നന്ദവ്രജം ഇത പിത്രാ കംസാദ് വിബിഭ്യത ഏകാദശസ്മസ്തത്ര ഗൂഢാശ്ചിൻ സബലോ വസത് പരീതോ വത്സപൈർവത്സാൻ ചാരയൻ വ്യഹരത് വിഭോ യമുനോ ഭവനേ കൂജദ്വിജേ സങ്കുലിതാംഘ്രിപേ കൗമാരിം ദർശയൻ ചേഷ്ടം പ്രേഷണീയം വ്രജൗകസം രുദൻ ഇവ ഹസന്മുക്ത ബാലസിംഹാവലോകന സ ഏവം ഗോധനം ലക്ഷ്മ്യാ നികേതം സീതഗോവൃഷം ചാരയൻ അനുഗാൻ ഗോപാൻ രണദ്വേണും അരീരമത് പ്രയുക്തൻ ഭോജരാജേന മായിന കാമരൂപിണാ ലീലയാ വ്യനുദത്താംസ്താൻ ബാലക്രീഡനകൻ ഇവ വിപന്നാൻ വിഷപാനേന നിഗൃഹ്യ ഭുജഗാധിപം ഉത്ഥ്യാപ്യപായയത് ഗാവ സത്തോയം പ്രകൃതിസ്ഥിതം അയാചയത് ഗോസേവേന ഗോപരാജം ദ്വിജോത്തമൈ വിത്തസ്യ ചോരുഭാരസ്യ ചികീർഷൻ സദ്യയം വിഭു വർഷതീന്ദ്രേ വ്രജക്കോപാദ് ഭഗ്നമാനേ ദിവിഹ്വല ഗോത്രലീലാദപത്രേണ താത്രോ ഭദ്രാനുഗൃഹ്ണതാം ശരത് ശശികരൈർഷ്ടം മാനയൻ രജനീമുഖം ഗായൻ കളപതം രേമേ സ്ത്രീണാം മണ്ഡലമണ്ഡന. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം തൃതീയസ്കന്ധേ വ്രജലീലാനിരൂപണം നാമ ദ്വിതീയോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് വളരെ കുറച്ച് ശ്ലോകങ്ങളെ ഉണ്ടായുള്ളൂ. വായിച്ച് അത് അവസാനിക്കാനോ വായിച്ച് ഇടയിൽ വെച്ച് നിർത്താൻ തോന്നിയില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് തൃതീയ സ്കന്ധം 2-ാം അധ്യായം വ്രജലീല നിരൂപണം ഇപ്പോൾ വായിച്ചത് മലയാളത്തിൽ വിവർത്തനമായിട്ട് ഓരോ ശ്ലോകവും അതേപോലെ തന്നെ വിവർത്തനം ചെയ്തിരിക്കുന്നു. സംസ്കൃതത്തിൽ അതേ ശ്ലോകം അതേ അർത്ഥവ്യത്യാസങ്ങളൊന്നും വരാണ്ട് അതുപോലെ തന്നെ വിവർത്തനം ചെയ്തിരിക്കുന്നതാണ് അക്കിത്ത ഭാഗവതം. ശ്രീശുകൻ പറഞ്ഞു, പ്രിയശ്രയോദന്തമേവം ചോദിക്കപ്പെടുമുദ്ധവൻ ഭഗവത് സ്മൃതി നിർലീനൻ മിണ്ടിയില്ല കുറച്ചിടായ വയസ്സഞ്ചിൽ കളിക്കുട്ടി ആരെ പൂജിച്ചിരിക്കവേ പ്രാതലുണ്ണാൻ അമ്മ വിളിച്ചിട്ടും പോകാതിരുന്നു ഞാൻ. അവനെ തന്നെ സേവിച്ചു ജരവന്നവനിന്നു ഞാൻ എമ്മട്ടിൽ വിവരിക്കേണ്ടു സ്വാമി പാദാംബുജസ്മൃതി കൃഷ്ണാംഗ്രി സുതന്മത്താൽ ശബ്ദിച്ചില്ലവനൊട്ടിട തീവ്രമാം ഭക്തിയോഗത്തിൽ ആണ്ടുമുങ്ങിയ നിർവൃതൻ പുളകോദ്ഭിന്ന സർവാംഗൻ സ്നേഹപ്രസര സംപ്ലുതൻ ഒഴുകും കണ്ണീരിലൂടെ കാണപ്പെട്ടു കൃതാർത്ഥനായി. ഭഗവല്ലോകത്തിൽ നിന്നു മെല്ലെ തിരികെ വന്നവൻ കണ്ണീർ തുടച്ചുത്തരം ചൊല്ലിനാൻ ഉത്സ്മയാശാന്തിമാൻ. ഉദ്ധവൻ പറഞ്ഞു, കൃഷ്ണാദ്യുമണി കേട്ടപ്പോൾ ഗതിശ്രീയാം ഗൃഹങ്ങളെ വിഴുങ്ങി കാലസർപ്പം മറ്റെന്തോതും കുശലം സഖേ ലോകം കഷ്ടം യാദവരും അവർക്കജ്ഞാതമായി ഹരി ഓടിക്കഴിഞ്ഞിടും തിങ്കൾ പാലാഴിയിലെ മീനിനും ഏകാരാമർ പുരുപ്രൗഢർ ഭക്തന്മാരിംഗിതജ്ഞരും
സത്താർഷധവനെ കണ്ടു സർവഭൂതാദിഹേതുവായി ദേവമായ സ്പൃഷ്ടർ അസത്തിങ്കലൂന്നിയ യാദവർ അവർ തന്മൊഴി നമ്പീല. പരമാത്മവിവേകികൾ അസന്ധ്യപ്തക്ഷണന്മാരെ തപം ചെയ്യാത്ത മർത്യരെ സ്വദേഹം കാണിച്ചു ഹരി കൊണ്ടുപോയവർ തൻ വഴി മനുഷ്യലീലയ്ക്കുതകും സംയോഗമായ ബലം കാട്ടിയവൻ ഗ്രഹിച്ചു തനിക്കും ആശ്ചര്യതമായ ചന്തം പരമ്പദം ഭൂഷണാംഗം. ഹാരാജസൂയത്തിലവൻ്റെ രൂപം കണ്ടാകെ ആനന്ദിതമായി ത്രിലോകം. ഇന്നേ വരത്തെ കുശലത്വമാകെ അതിൽ ചെലുത്തി വിധിയെന്നു നന്ദി. കൃഷ്ണാനുരാഗപ്ലുത ലീലാവലോകാർജിതമാനമാരായി ഗോപീജനം കണ്ണിൽ അനുപ്രവൃത്ത മനസ്സിൽ മറ്റൊക്കെ മറന്നു നിന്നു. സ്വശാന്തരൂപം പരരൂപ പീഡ കണ്ടുള്ള അനുകമ്പ മൂലം പരാവരേശൻ മഹദംശയുക്തൻ പുറത്തു അജൻ അഗ്നി പോലെ. അജന്റെ ജന്മാനുഗതിക്ക് ശൗരീഗൃഹം വ്രജേ ശത്രുഭയാൽ പ്രവാസം പുരം വെടിഞ്ഞോടും അനന്തവീര്യൻ അതൊക്കെ ഓർത്തിന്നുമെനിക്കു ഖേദം. പേടിപ്പുഹാ കംസനെ നിങ്ങളെ ശുശ്രൂഷിച്ചുകൂടാത്തവർ ഞങ്ങളച്ഛ അമ്മേ തുണയ്ക്കൂ. ഗുരുപാദവന്തിമാരെ സ്മരിച്ചിന്നുമെനിക്കു ദുഃഖം. അവൻ്റെ പാദാംബുജാരേണുഗന്ധം ഘ്രാണിച്ചവൻ എങ്ങനെ സാധ്യമാകും. ത്വതിൽ സ്ഫുരൽ ജലനാന്തകൻ ഭൂഭാരം നശിപ്പിച്ചതു വിസ്മരിക്കാൻ. കാംക്ഷിപ്പു യോഗം വഴി യോഗി എന്തോന്ന സാധ്യല്ലോ. ഹരിത ശത്രുവിനും കൊടുത്തു ചൈതന്യതു കണ്ടു രാജ സൂയത്തിൽ നാം എങ്ങനെ ഞാൻ മറക്കും. കാക്ഷിപ്പു യോഗം വഴി യോഗി എന്തോന്ന സിദ്ധിയല്ലോ. ഹരിശത്രുവിനും കൊടുത്തു ചൈതന്യതു കണ്ടു രാജസൂയത്തിൽ നാം എങ്ങനെ ഞാൻ മറക്കും. ചൈദ്യൻ എന്നാണ് കേട്ടോ. ചൈദ്യൻ അതു കണ്ടു, കൊടുത്തു ചൈദ്യന് അതു കണ്ടു എന്നാണ്. അത് ഒരുമിച്ച് വായിച്ചപ്പോൾ അങ്ങനെ വന്നതാണ്. കൊടുത്തു ചൈദ്യൻ അതു കണ്ടു രാജസൂയത്തിൽ നാം എങ്ങനെ ഞാൻ മറക്കും. അപ്പോൾ അനേകം ഭടവീര നേടി പോർമന്നിലെ കൃഷ്ണമുഖാരവിന്ദം നേത്രാഭിരാമം മിഴിയാൽ നുകർന്നു. പാർത്ഥാർത്ഥ പുണ്യം വഴി വിഷ്ണുലോകം. താനാര് അസാമ്യാതിശയൻ ത്രിധീശൻ സ്വരാജ്യലക്ഷ്മി ഹൃദ സർവകാമൻ കിരീടകോടീനുതപാദപീഠൻ നൽകുന്നു കപ്പം ചിരലോകപാലർ. എന്നാൽ അവൻ താണു വണങ്ങി നിൽക്കേ സിംഹാസനം വാണാവനുഗ്രസീനൻ. കൃഷ്ണോക്തി ഞാൻ ചൊൽവതു കേട്ടു താങ്കൾ കൽപ്പിക്കുകീ ഭൂഭൃതനോർത്തുകൂടാം.
അസ്വാധിയം ഭൂതനയോ മുലക്കൺ വിഷം കുടിപ്പിച്ചു വധാർത്ഥമെന്നാൽ പെറ്റമ്മ പോൽ ഉൽഗതി നേടി വേറെ ദയാലുവാരോ ശരണീകരിക്കാൻ. തദീശനിൽ ക്രോധവശേന ബദ്ധർ ദൈത്യേന്ദ്രനും ഭക്തരിലുൾപ്പെടുന്നു. മരിച്ചു താശ്യന്റെ പുറത്തിരുന്നു നേരിട്ട ചക്രായുധനാലെ അല്ലോ ദേവകീ വസുദേവന്മാർക്കുണ്ണിയാർ കംസകാരയിൽ അജാധിത്വം ലോകലക്ഷയ്ക്കുളവായി ഭഗവാൻ സ്വയം 11 നന്ദഗൃഹത്തിൽ പാർത്തിദേട്ടനും അരണിത്തീ പോൽ അളവിൽ അച്ഛന്തൻ കംസഭീതിയാൽ യമുനോഭവനം കുഞ്ചദ്വിജസങ്കുലപാദപം വിഹരിച്ചു ഗോപരൊത്ത വിഭൂവത്സങ്ങൾ മേയവേ കരയുന്നു ചിരിക്കുന്നു ബാലസിംഹാവലോകനൻ. കാണേണ്ട ജ്യേഷ്ഠ കണ്ടേറ്റം മോഹിപ്പൂ വ്രജവാസികൾ. പിന്നെ മേച്ചാനവൻ ശ്രീമത്സിത വൃഷഭങ്ങളെ മുക്കിനാൻ വേണുഗാനത്തിൽ. കൂട്ടുകാർ ഗോപബാലരെ കംസ പ്രയുക്തരായി വന്നു. മായക്കാർ കാമരൂപികൾ തകർത്താനവരെ ബാലൻ കളിക്കോപ്പുകളെന്ന പോൽ ഹനിച്ചു. കാളിയാഹന്ത വിഷപാന വിഭിന്നരെ കുടിപ്പിച്ചു. ഗോക്കളെയും തന്നാൽ സംശുദ്ധമാം ജലം ഗോവൃദ്ധിയാൽ ധനത്തിൽ സദ്യയമിച്ഛിച്ച നന്ദനാൽ ബ്രഹ്മജ്ഞരെ വിളിപ്പിച്ചു. ചെയ്യിച്ചു ഗോസവം പ്രഭു. മാനിയേന്ദ്രന്റെ കോപത്താൽ ഘോരമാരിയിൽ വിഹ്വലം ഗോത്രലീലാതപത്രത്താൽ രക്ഷിക്കപ്പെട്ടു ഗോകുലം. ശരശ്ചന്ദ്രികയാൽ ശുദ്ധമം ഒരു സന്ധ്യാമുഖത്തവൻ കളഗാനത്തൊടൊത്താടി ഗോപീമണ്ഡലമണ്ഡിതൻ എന്ന് ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധം 2ാം അധ്യായം. വളരെ ചെറിയ ഒരു അധ്യായമാണ്. ആ 2ാമത്തെ അധ്യായം വളരെ ചെറിയൊരു അധ്യായമാണ്. അത് ഒരുമിച്ച് വായിക്കുകയാണ് ചെയ്തത്. നമുക്ക് അറിയണ പോലെ ഒന്ന് അനുസ്മരിക്കാം. അപ്പോൾ ആ വിതുരർ ഓരോരോ ചോദ്യങ്ങൾ ശ്രീ സുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ് ഉദ്ധവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിതുരർ ചോദിക്കുമ്പോൾ ഭഗവാനെ ആ വിരഹം കൊണ്ട് ഉള്ളിൽ ആ തൊണ്ടയിടറി കണ്ണൊക്കെ നിറഞ്ഞു. ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം ആ വിരഹ ദുഃഖം ഭഗവാനെ വിട്ടിട്ടാണ് പോകുന്നത് അല്ലേ. ഭഗവാൻ എന്താ പറഞ്ഞത്? ആ ബദരിയിലേക്ക് യാത്രയായിക്കോളൂ എന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പറയണു വഴിയിൽ വെച്ച് വിതുരരെ കാണും. അപ്പോൾ വിതുരരോട് പറയണം മൈത്രേയ മഹർഷിയോട് ചെന്ന് ചോദിച്ചോളൂ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് വിതുരരെ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാൻ അവിടുന്ന് യാത്രയാക്കണം. അപ്പോൾ ഭഗവാനെ പിരിഞ്ഞ ദുഃഖം കൊണ്ട് ഭഗവാനെ പറ്റി പറഞ്ഞപ്പോഴേക്കും കണ്ണുനീര് വന്ന് തൊണ്ടയിടറി എന്ന് പറയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഉദ്ധവർക്ക് അത്ര ഭക്തി ഉണ്ടായെന്ന് വെച്ചാൽ ജന്മസിദ്ധമായിട്ടുണ്ടായ ഭക്തിയാണ് ഉദ്ധവർക്ക് എന്ന് അവിടെ കാണിക്കുന്ന രീതിയിലാണ്. 5 വയസ്സുള്ള ബാലനായിട്ടിരിക്കുന്ന സമയത്ത് ഉദ്ധവര് കുട്ടികളൊക്കെ എന്ത് ചെയ്യും? കളിക്കുമ്പോൾ ഉദ്ധവരെന്താ ചെയ്യുക? ഉദ്ധവരുടെ കളി എന്താ വെച്ചാൽ കൃഷ്ണബിംബം വെച്ചിട്ട് അത് പൂജ ചെയ്യുക. അങ്ങനെയാണ്. അമ്മ കാലത്ത് ആഹാരത്തിനായിട്ട് ആ സമയത്ത് വിളിക്കുമ്പോൾ കുട്ടി പൂജയിൽ ലയിച്ചിരുന്നു കൊണ്ട് ഈശ്വരനാമം ജപിച്ച് പൂജയിലിരുന്നത് കൊണ്ട് അമ്മ വിളിച്ചത് പോലും കേട്ടില്ല. അത്രയും ചെറുപ്പത്തിൽ തന്നെ ഉദ്ധവർക്ക് ആ ഭഗവാനിൽ ആ ഉറച്ച മനസ്സായിരുന്നു എന്ന് പറയാണ്. ജന്മജന്മാന്തര ആയിട്ട് കിട്ടുന്ന സംസ്കാരം നിമിത്തമുണ്ടായ ആ കൃഷ്ണഭക്തി എങ്ങനെയാണോ ആ ശരീരം വളരുന്നതിനനുസരിച്ച് വർദ്ധിച്ചു വന്നതുകൊണ്ട് ഭഗവാനെ അതുകൊണ്ട് എപ്പോഴും ആ ഭഗവാനെ പറ്റിയിട്ട് തന്നെയായിരുന്നു. ആ ഭക്തിയോട് കൂടിയിട്ട് ഉത്തമമായ ഭക്തിയായിരുന്നു ഉദ്ധവർക്കുണ്ടായിരുന്നത്.
നമ്മളുടെയൊക്കെ കാലത്തൊക്കെ നമ്മളെന്താ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾക്ക് ധാരാളം കാണാം. കുട്ടികളെ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ തന്നെ ഈശ്വരോപാസനയോടുകൂടി വളർത്തി ഈശ്വരനോട് പ്രാർത്ഥിച്ച് നാമം ജപിക്കാനൊക്കെ പഠിപ്പിക്കും. പക്ഷേ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് ഒഴുകുമ്പോൾ അതെല്ലാം മറന്നു പോയിട്ട് ഈശ്വരനില്ല എന്നുള്ള ഭാവത്തിലൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങണം. അപ്പോഴും മഹാത്മാക്കൾ പറയും, ഒട്ടും വിഷമിക്കണ്ട, ആ ചെറിയ പ്രായത്തിലെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തത് എവിടെയും പോവില്ല, അതിനെ അവസരം വരുമ്പോൾ പൊട്ടി മുളച്ച് വന്നോളും എന്ന് മഹാത്മാക്കൾ അനുസ്മരിക്കും. അതുപോലെയാണ്. പക്ഷേ ഇവിടെ ഉദ്ധവർക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഉദ്ധവർക്ക് അതേ ഭക്തി, ഉദ്ധവർ വളരും തോറും ഭക്തിയും ഉദ്ധവരെക്കാളും ശക്തമായിട്ട് വളർന്ന് വന്ന് ആ ഭഗവാനിൽ മാത്രം ഉറച്ച ഒരു ഭക്തിയായിട്ട് തീർന്നു. അങ്ങനെ ആ ഭഗവാനെ സേവിക്കാനായിട്ട് അവസരം കിട്ടി. ഭഗവാനെ സേവിച്ചുകൊണ്ട് തൻ്റെ ആ വാർദ്ധക്യ കാലാവസ്ഥയിൽ ഉദ്ധവര് അവിടെ നിന്ന് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ ആ പാതുകകളെ സ്വീകരിച്ചുകൊണ്ട് ബദരിയിലേക്ക് യാത്രയാവണ വഴിയിൽ വെച്ചിട്ടാണ് വിതുരരെ കണ്ടത്. അപ്പോൾ വിതുരരുടെ ചോദ്യം കൊണ്ട് ആ ഭഗവാന്റെ പാദകമലങ്ങളെ ഓർത്തപ്പോൾ ഉണ്ടായ ആ ദുഃഖം കൊണ്ട് ആദ്യം മറുപടി പറയാനൊന്നും, വിരഹ ദുഃഖത്താൽ മറുപടി പറയാൻ സാധിക്കാതെ ആ ശബ്ദം ഒന്ന് പൊന്തണ്ടേ. ഭഗവാന്റെ കഥകൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ഹൃദയവും അതുപോലെ ആർദ്രമായിട്ട് തീരണം. കൃഷ്ണകഥകൾ പറയുമ്പോൾ പറയാൻ സാധിക്കില്ല. ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരിക്കൽ വൃന്ദാവനത്തിൽ പോയി. അപ്പോൾ വൃന്ദാവനത്തിൽ പോണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭാഗവതാചാര്യന്മാരുടെ കൂടെയാണ് പോവുക. അപ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ രാവിലെ നേരത്തെ ഒരു 4-4:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റിട്ട് അവിടെ ക്ഷേത്രത്തിൽ, ആശ്രമത്തിൻ്റെ തന്നെ ക്ഷേത്രമാണ്, ആശ്രമത്തിനോട് അടുത്ത് തന്നെയാണ് നമുക്ക് താമസിക്കാനും. അപ്പോൾ ആ ക്ഷേത്രത്തിലെത്തണം. എന്നിട്ട് ക്ഷേത്രം തുറക്കുന്നത് വരെ അവിടെ ഇരുന്ന് നാമം ജപിച്ച്, പിന്നെ ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ ആരതിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹസ്രനാമം ജപിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ഭാഗവതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം അനുസ്മരിച്ച് കഥകളൊക്കെ പറഞ്ഞ് അന്ന് പോകേണ്ട സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് പിന്നെ ലഘുഭക്ഷണത്തിന് ശേഷം നമ്മൾ ഓരോരോ വൃന്ദാവനത്തിലൂടെയുള്ള ആ യാത്ര തുടരുകയാണ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂടെ അല്ലാണ്ട് അവിടെ ഒരു മഹാത്മാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ അദ്ദേഹം അപ്പോൾ പേര് മനസ്സിൽ രൂപമൊക്കെ മനസ്സിലുണ്ട്, ഈ പേര് ഓർമ്മ നിൽക്കണില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുക വെച്ചാൽ നമ്മളെപ്പോലെ ഒരാളായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെട്ടുള്ളൂ. അദ്ദേഹത്തിന് മേലേടം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇല്ല പേര്. അദ്ദേഹത്തിൻ്റെ അത് മേലേടം വിഷ്ണു നമ്പൂതിരി. അദ്ദേഹം ഇപ്പോൾ അവിടെ സന്യാസം സ്വീകരിച്ചിട്ട് വൃന്ദാവനത്തിൽ ചേർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അപ്പോൾ ആ പേര് ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അന്ന്. അത് യാദൃശ്ചികമായിട്ട് അദ്ദേഹം എങ്ങനെയാണെന്ന് ഭാഷയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അദ്ദേഹം എല്ലാം ഭഗവാന് ഗുരുവായൂരപ്പന് സർവവും സമർപ്പിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഹിമാലയ സാനുക്കളിലേക്ക് പോണ വഴിയിൽ പോണ സമയത്ത് എങ്ങനെയോ വൃന്ദാവനത്തിൽ എത്തിപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത്. അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തിപ്പെട്ടു. അങ്ങനെ ആ ഒരു യാത്രയിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായ സമയത്ത് ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല. അദ്ദേഹം അതിനോട് ഇങ്ങനെ ഭാഗവതമൊക്കെ, അപ്പോൾ ഓരോരുത്തർ ഭാഗവതം ആചാര്യന്മാരായിട്ടുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഭാഗവത ഒരധ്യായം വായിക്കും, വേറൊരാൾ അതിനെ ചുരുക്കിയിട്ട് നമുക്ക് അതിനെ അനുസ്മരിച്ച് പറഞ്ഞു തരും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുപോലെ എന്നിട്ട് പറഞ്ഞു, ഭാഗവതം പറയാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഒരക്ഷരം പറയാൻ പറ്റിയില്ല. ഭാഗവതം ഒരക്ഷരം പറയാൻ പറ്റില്ല. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടുന്ന് എണീറ്റ് മാറിയിരുന്നിട്ട് കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട്, ചുണ്ടൊക്കെ അങ്ങനെ വിതുമ്പി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഭാഗവതമൊന്നും പറയാൻ അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിരുത്തിയപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ. അതിൻ്റെ സങ്കടം കൊണ്ട് ഇദ്ദേഹം കരയാന്ന് എനിക്ക് അറിയണ്ടായില്ല സത്യമായിട്ടും. പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം ഭാഗവത ആചാര്യനായിരുന്നു. ചിലപ്പോൾ ഇത് കേട്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയുണ്ടാവും. എൻ്റെ കയ്യിൽ
അദ്ദേഹത്തിൻ്റെ ചിത്രം ഉണ്ട്. ഞാൻ ഇത് എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് എത്തിക്കേണ്ടത്. അപ്പം പറ്റുകയാണെങ്കിൽ ഞാൻ ആ ചിത്രം കൂടി ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അദ്ദേഹത്തിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. വൃന്ദാവനത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അനുഭവം ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഭാഗവതം അറിയാണ്ടല്ല, അദ്ദേഹം ഭാഗവത ആചാര്യനായിരുന്നു. ഒട്ടനവധി സപ്താഹങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ ആ വൃന്ദാവനത്തിലെ ഭഗവാന്റെ സ്വധാമത്തിലെന്ന് പറഞ്ഞ പോലെ തന്നെ വൃന്ദാവനം ഭഗവാന്റെ ഗോലോകധാമത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് തന്നെയാണ് ഭഗവാന്റെ സ്വധാമം. നിത്യരാസമാടുന്ന ആ ഭഗവാന്റെ എപ്പോഴും പ്രത്യക്ഷമായിട്ട് നിത്യമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് വൃന്ദാവനം. അവിടെ വച്ചിട്ട് ആ ഭഗവാന്റെ കഥകൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ശബ്ദമിടറി വാക്കുകൾ കിട്ടാനില്ലാണ്ടായി പറയാൻ പറ്റാണ്ടായി കണ്ണ് നിറഞ്ഞൊഴുകി. അപ്പം നോക്കൂ, നമുക്കൊക്കെ എവിടെയെങ്കിലും ഭക്തിയുണ്ടോ പറയുമ്പോൾ അല്പം പോലും നമ്മുടെ കണ്ണ് നിറയണില്ല, നമ്മുടെ ഒച്ച ഇടറണില്ല, നമുക്ക് യാതൊരു വികാരവും ഇല്ലാണ്ട് ഇങ്ങനെ പറയണു. അപ്പം നമുക്ക് എവിടെയാണ് ഭക്തി ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇപ്പം ഇത് കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന് ആ ഭഗവത് പാദകമലങ്ങളെ പറ്റി ഓർത്തപ്പോൾ ഉണ്ടായ ദുഃഖം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പ്രത്യേകമായിട്ട് വിരഹം അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും സമയം നമ്മളിതാ കൂടി നിന്നിട്ട് ഇപ്പോൾ ആ ശരീരത്തോട് കൂടിയിട്ട് തന്നെ ഉദ്ധവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ശരീരമല്ല ഞാൻ എന്നൊക്കെ ബോധ്യപ്പെടുത്തിച്ചാലും നമുക്ക് ആഗ്രഹം ഉണ്ടാവും ആ ശരീരത്തോട് കൂടിയിട്ട്. ആ ഒരു പ്രത്യക്ഷമായിട്ടൊരു വിരഹം ആണ്. അല്ലാണ്ട് ഭഗവാൻ എവിടെയും വിട്ടുപോയിട്ടില്ല, എപ്പോഴും കൂടെയുണ്ട്. ഭാഗവതത്തിൽ കൂടെയുണ്ട് ഒക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആ വിരഹത്തോട് കൂടിയിട്ട് ആനന്ദത്തോട് കൂടിയിട്ട് അദ്ദേഹം മറുപടി പറയാൻ പറ്റിയില്ല. അങ്ങനെ ആ മനസ്സിലെ ആ ആനന്ദത്തിൻ്റെ അമൃതപ്രവാഹം നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ആ ഭക്തിഭാവം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ആനന്ദ നിർവൃതിയിൽ കുറേ നേരം ആ ആനന്ദമഗ്നനായിട്ട് ആ നിർവൃതിയിൽ അലിഞ്ഞ് ധ്യാനനിഷ്ഠനെ പോലെ കുറേ സമയം അദ്ദേഹം മിണ്ടാതിരുന്നു. അപ്പോൾ ആ മിണ്ടാതെ ഇരിക്കുന്ന സമയത്ത് അപ്പോഴാണ് പറയണേ ആ പുളകോൽഭിന്ന സർവാംഗ എന്ന് പറയുന്നുണ്ട്. അതായത് ആ അവസ്ഥയിൽ ആ ഉദ്ധവരുടെ അവയവങ്ങളിൽ മുഴുവനും രോമാഞ്ചം ഉണ്ടായി എന്ന് പറയുകയാണ്. കണ്ണാണെങ്കിലോ അർദ്ധനിമീലനം എന്നാണ് പറയുന്നത്, പകുതി മുഴുവനുമായിട്ട് അടഞ്ഞിട്ടില്ല. ആ ആനന്ദബാഷ്പം ആ കണ്ണുകളിലൂടെ ആനന്ദബാഷ്പം ധാരധാരയായിട്ട് ഒഴുകുന്നു. ആ പരമമായ പ്രേമരസത്താൽ അകപ്പെട്ടിട്ട് ആ പ്രേമരസസിന്ധുവിൽ മുങ്ങിത്താഴുകയാണ് ചെയ്യണത്. ഒരു കടലിൻ്റെ ഉള്ളിൽ മുങ്ങിത്താഴ്ന്നിട്ട് അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത പോലെ ആ ആനന്ദമാകുന്ന പ്രേമസാഗരത്തിൽ പെട്ട് അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാൻ സാധിക്കാണ്ട് അദ്ദേഹത്തിന് സാധിക്കണില്ല അതിൽ നിന്ന് പുറത്ത് വരാൻ. അങ്ങനെ അതിൽ പെട്ട് കരകയറാൻ പറ്റാത്ത പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ ഉദ്ധവരി ഇരിക്കണ കണ്ടപ്പോൾ വിതുരർ വിചാരിച്ചു, ഭഗവാനെ എൻ്റെ ജന്മം സഫലമായി, ഇത്രയും ഉള്ള ഈ ഒരു മഹാത്മാവിൻ്റെ അടുത്ത് ഇരിക്കാനെങ്കിലും എനിക്ക് സാധിച്ചു. പിന്നെ മാത്രമല്ല അദ്ദേഹം വന്ന വഴി എന്ത് ചെയ്തു, രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ എങ്ങനെയാണോ ആ സുധാമാവിനെ കെട്ടിപ്പുണർന്നത് അതുപോലെ പരസ്പരം സ്പർശനം ഉണ്ടായി, പരസ്പരം കെട്ടിപ്പിടിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പർശനം കൂടി സാധ്യമായി. ഇപ്പോൾ ഈ ഒരു ഭാവം കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ കഴിഞ്ഞത് തന്നെ എത്രയോ ഭാഗ്യമാണ്. ആ ഭക്തിയുടെ ഉദാത്തമായ അവസ്ഥയെ അദ്ദേഹത്തിലൂടെ ഇവിടെ വിതുരരും അനുഭവിക്കുകയാണ്. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോൾ ആ ഭഗവാനോട് കൂടി ഉണ്ടായിരുന്ന ആ ഓരോരോ കാര്യങ്ങൾ, അതായത് ആ ഭഗവാനോട് കൂടി ചേർന്ന് ഓരോന്നും ഉദ്ധവരുടെ ഉള്ളിലിങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ശരീരബോധം വന്നു. ശരീരബോധം വന്നപ്പോൾ ആ സമാധി അവസ്ഥ വിട്ടുപോയി. അപ്പോൾ കണ്ണുകൾ തുറന്നു. അപ്പോൾ ആ നിറഞ്ഞിരിക്കണ ആ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. ആ കണ്ണുനീരൊക്കെ തുടച്ചു കളഞ്ഞു. അങ്ങനെ ആ ഒരു
അവസ്ഥ കുറച്ചും കൂടിയും ആ സമാധി സുഖത്തിലിരുന്നു കൊണ്ട് അതിസുന്ദരമായിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് അദ്ദേഹം പറയാൻ തുടങ്ങി. പറയണു, ആ ശ്രീകൃഷ്ണനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന സൂര്യൻ അസ്തമിച്ചു. കാലസ്വരൂപനായിട്ടുള്ള പെരുമ്പാമ്പിൻ്റെ വായിലകപ്പെട്ട് ഗൃഹങ്ങളിൽ വസിക്കുന്ന ബന്ധുജനങ്ങൾ ഇനി എന്ത് ഐശ്വര്യമാണ് അവശേഷിച്ചിരിക്കുന്നത്. ഭഗവാനില്ലാണ്ട് ഇനി അവർക്ക് എന്ത് സുഖം ഉണ്ടാവും എന്നാണ് പറയണേ. അപ്പോൾ എന്തു കുശലത്തെ പറ്റിയിട്ടാണ് ഞാൻ അങ്ങയോട് പറയേണ്ടത്. ആ സൂര്യൻ അസ്തമിച്ചു, ഇനി എന്തു സുഖമുണ്ടെന്നാണ് പറയണത്. ഒന്നുമില്ല. ഈ ലോകവാസികളായ ജനങ്ങൾക്ക് ഭഗവാനെ ഇനി ഇതുവരെ പ്രത്യക്ഷ ദർശനം നൽകിക്കൊണ്ട് കൂടെ ഉണ്ടായ ആ ശരീരം സ്വധാമത്തിലേക്ക് പോയി. ശരീരം ഉപേക്ഷിച്ചിട്ട് ആ ശരീരത്തിനെ എന്തിനു വേണ്ടിയിട്ടാണോ ആ ശരീരം സ്വീകരിച്ചത് കഴിഞ്ഞപ്പോൾ ആ ശരീരം ലയിച്ചു, ആ പ്രപഞ്ചത്തിൽ ലയിച്ചു പോയി. ഇനിയുള്ള ജനങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് തന്നെ പറയണം. കാരണം ഒന്നാമത് ഏറ്റവും ഭാഗ്യഹീനന്മാരായത് ആരാണെന്ന് ചോദിച്ചാൽ ഈ യദുകുലത്തിൽ ജനിച്ചവർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഭഗവാന്റെ കുലത്തിലെ ഭഗവാൻ ജനിച്ചവരാണത്ര ഏറ്റവും ഭാഗ്യഹീനരെ. ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? കാരണം കൃഷ്ണനോട് ഒരുമിച്ച് വസിച്ചിട്ടും എങ്ങനെയാണോ ആ പാൽക്കടലിലെ മത്സ്യങ്ങൾ ഒരുമിച്ച് വസിച്ചത് ചന്ദ്രനെ പറയാണ്, അമൃതിൻ്റെ നിധാനമായതാണല്ലോ, അതിനെ അറിയാണ്ട് പോയിട്ട് ഒരു ജലജന്തുവാണെന്ന് ധരിക്കണ്ടല്ലോ. അതുപോലെ ആ കൃഷ്ണനെ യാദവന്മാരിൽ ഒരുവനാണെന്ന് മാത്രമേ ഇവർ ധരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് അവർക്ക് ആ കൃഷ്ണൻ്റെ വൈഭവം മനസ്സിലായിട്ടില്ല. കാരണം ആ ഉദ്ധവരെക്കാളും കൂടുതൽ ഒരു പക്ഷേ ഭഗവാനോട് കൂടെ കഴിഞ്ഞവരുണ്ടാവാം. പക്ഷെ അവർക്കൊന്നും ആ ഭഗവാന്റെ മഹത്വം വൈഭവമൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യദോഷം എന്ന് പറയണത്. അതുപോലെ ആ ഭക്തന്മാരെല്ലാവരും ഭക്തന്മാരുടെ പാലകനായിരിക്കുന്ന ശ്രീകൃഷ്ണമൂർത്തിയെ സർവഭൂതങ്ങളുടെ ആ ലയസ്ഥാനമായിരിക്കുന്ന പരബ്രഹ്മമെന്ന് തന്നെയാണ് വിചാരിച്ച് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ആ ഭഗവാനെ അനുഭവിക്കാനായിട്ട് ആ കൃഷ്ണ അനുഭവം അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ കേവലം ഒരു മനുഷ്യൻ എന്നത് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ യാദവന്മാർ അറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? സൃഷ്ടിയാദി ലീലകളിൽ ക്രീഡിക്കുന്ന ഭഗവാന്റെ മായാശക്തി കൊണ്ടാണ് ആ യാദവന്മാർക്ക് ഭഗവാന്റെ ആത്മസ്വരൂപനായ ശ്രീഹരി തന്നെയാണ് എന്നുള്ള ആ ഭാവം അവർക്ക് മനസ്സിലാവാൻ ആ മാഹാത്മ്യത്തെ അവർ അറിയാണ്ടിരുന്നത്. അപ്പോൾ കാരണം അത് അറിയണമെങ്കിൽ എന്ത് വേണം? തപസ് ചെയ്യണം. തപം ചെയ്യാന്ന് വെച്ചാൽ നമ്മളിതാ തപസ് ചെയ്യാന്ന് വെച്ചാൽ കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല തപസ്. സദാ ഈശ്വരനിൽ മനസ്സ് ചേർത്ത് വെച്ച് ആ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി അതായത് ഇവരൊക്കെ എങ്ങനെയാണ് അധികം പേരും ഭഗവാനെ മനുഷ്യനായിട്ട് കണ്ട് ആവണവർ കഴിയണവർ എങ്ങനെയാണ് അവരുടെ സ്വഭാവം അനുസരിച്ച് ആരുടെയും നന്മയൊന്നുമല്ല കാണുന്നത്. അതിലൊക്കെ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്നാണ് അല്ലേ? നമ്മൾ സെമന്തകമണിയുടെ കഥയൊക്കെ പറയുമ്പോണ്ട് എത്രയോ നന്മകൾ ചെയ്ത് എത്രയോ എല്ലാവർക്കും എല്ലാം കൊടുത്ത് സമൃദ്ധിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. എല്ലാവരും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു മഹത്വത്തിനെ വാഴ്ത്തി പുകഴ്ത്തിയൊക്കെ നടന്നു. അപ്പോഴാണ് സെമന്തകമണി കാണാനില്ല, അത് കൃഷ്ണനാണ് മോഷ്ടിച്ചത് എന്നൊരു കിംവദന്തി ഉണ്ടായത്. അപ്പോഴേക്കും ഈ വാഴ്ത്തി പറഞ്ഞവരെന്നെ കൃഷ്ണന് നേരെ എതിരെ തിരിഞ്ഞു. ആ കൃഷ്ണനാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് അവിടെ മുഴുവനും അത് പരന്നു. ആ ശമന്തകമണി മോഷ്ടിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന്. ആർക്കും ആ ഭഗവാന്റെ ആ മഹത്വം മനസ്സിലാവാത്തത് കൊണ്ട് അങ്ങനെയാണ് അവനവന് എത്ര പ്രാവശ്യം സാധാരണ മനുഷ്യൻ്റെ കാര്യമാണ് അല്ലേ, നമ്മൾ എന്ത് തന്നെ ചെയ്തു കൊടുത്തിട്ടും എപ്പോഴും നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ചെയ്തു കൊടുത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്ന് വീഴ്ച വന്നാൽ ആ ഒരു കാര്യത്തിൽ പിടിച്ച് നമ്മളെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു സ്വഭാവം, സാധാരണ ആൾക്കാരുടെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? തപസ് വേണം. ആ ഭഗവാനോട് ഒരുമിച്ച് താമസിക്കാനോ ആ ശരീരത്തെ തൃപ്തിപ്പെടുത്താനും തപസ്
ചിലപ്പോൾ ഒരുമിച്ച് കൂടി കഴിയാൻ കഴിഞ്ഞ മഹാത്മാക്കളായവരുണ്ടാവും ധാരാളം പേര്. എനിക്ക് തന്നെ അനുഭവമുള്ള കാര്യമുണ്ട്. മഹാത്മാക്കളായിട്ടുള്ളവരുടെ കൂടെ നടന്നിട്ടോ ഞങ്ങൾക്കൊക്കെ നല്ലോണം അറിയാം. ഏട്ടനെയൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഏട്ടൻ ഞാൻ പറഞ്ഞത് അപ്പുറത്ത് കൂലിയം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വ്യക്തിത്വത്തിനെ അവരോടൊപ്പം തന്നെയുള്ള ഒരു വൈഭവം എനിക്കുണ്ട് എന്നുള്ള നിലയ്ക്കൊക്കെ സംസാരിച്ച് ആ വൈഭവത്തെ അറിയാണ്ട് പോണവർ ധാരാളം പേരുണ്ട്. കൂടെ ഇരിക്കുമ്പോൾ ആ വൈഭവത്തിനെ അറിയാണ്ട് പോണില്ല. അദ്ദേഹത്തിൻ്റെ വൈഭവം മനസ്സിലാക്കി അദ്ദേഹത്തിന് സേവ ചെയ്ത് ആ തപത്തിലൂടെ ആ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടി ആ ഈശ്വരോപാസനയ്ക്ക് പാത്രീഭൂതരാകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ അങ്ങനെയല്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനോട് ഒരുമിച്ച് വസിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവ്യമംഗള സ്വരൂപം എടുത്തിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അതുപോലെ അദ്ദേഹത്തിനെ തപസ്സുകൊണ്ട് ആ ഒരു ചൈതന്യത്തിനെ അറിയാനും ശ്രമിക്കാണ്ട് ഇങ്ങനെ പോവുകയാണ് പക്ഷേ ആ ദിവ്യമംഗളത്തിനൊക്കെ രൂപത്തിനെ കാണാൻ അവർക്ക് സാധിച്ചു, കൂടെ വസിക്കാൻ സാധിച്ചു, കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിച്ചു. എന്നിട്ട് പോലും അവർക്ക് കൃഷ്ണൻ അനുഭവമായിട്ട് തീർന്നില്ല. എന്തുകൊണ്ടാണ്? തപസ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ മഹത്വം മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. അപ്പം നമുക്കും ഈശ്വരൻ്റെ മഹത്വം മനസ്സിലാവാണ്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഉള്ളിലും ആ തപസ് ഇല്ല, അന്ന് ജപം ഇല്ല. ജപം കുറയണത് കൊണ്ടാണ് ഈശ്വരൻ അനുഭവമാവാത്തത്. ധാരാളം ജപിക്കുക തന്നെയാണ് വേണ്ടത് ഈശ്വരനെ അനുഭവമാവാൻ. അതുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെ പറയണത്. ഇപ്പോൾ വൃന്ദാവനത്തിലേക്കോ എന്തെങ്കിലും തീർത്ഥയാത്രകൾക്കൊക്കെ പോണ സമയത്ത് പറയും, അന്യവിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യരുത്, ലോകവർത്തമാനങ്ങളൊന്നും പറയരുത്. എന്താ വേണ്ടത്? ഈശ്വരനാമങ്ങളെ പറയുക, ഈശ്വര കഥകളെ പറയുക. അത് മൗനമായിട്ട് ജപിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ജപിക്കാം, ഈശ്വര കഥകളെ പറയാം. ആ ഭഗവാനിൽ നിന്ന് അന്യമായതിനെ പറ്റി ഒന്നും വിഷയം ആവരുത്. ആ യാത്രയിൽ മാത്രമല്ല, എപ്പോഴാണോ അപ്പോൾ നമ്മൾ വൃന്ദാവനത്തിലേക്കൊക്കെ പോകുമ്പോൾ പറയുകയാണ്, അടുത്ത ഒക്ടോബറിലാണ് ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചത്. ഇപ്പോഴാണ് തീരുമാനിച്ചത്. ഇപ്പോൾ എത്രയായിട്ടേ ഉള്ളൂ? ഇപ്പോൾ അതായത് ഡിസംബർ ആയിട്ടേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ തീരുമാനിച്ചുള്ള ഇപ്പം മുതൽ നമ്മളുടെ കാര്യങ്ങൾ എന്ത് വേണം? അന്യമായിട്ട് ഉള്ള കാര്യങ്ങളിലൊന്നും തലയിടാണ്ടിരിക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക, എപ്പോഴും ഈശ്വരനാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ആ ഭഗവാന്റെ കഥകളെ അനുസ്മരിക്കാനായിട്ട്. ജോലിക്ക് പോകണ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? ആ ഭഗവാനോട് കൂടിയിരിക്കണം. മറ്റ് ലോക വിഷയങ്ങൾ വർത്തമാനം പറയുന്നവരുടെ ഇടയിൽ ചെന്നിരിക്കാനോ അതിന് മറുപടി പറയാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ അതിനൊന്നും പോകണ്ട. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ പോകുന്ന നമ്മുടെ യാത്രയിൽ ആ യാത്ര ഈശ്വരൻ നമുക്ക് അനുവദിച്ച് തന്നേക്കണ ആ ഒരു പുണ്യമാണ്. ആ പുണ്യത്തെ വേണ്ട വിധത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്കും ഭഗവാനും ഇടയിൽ വേറെ ഒന്നും വരരുത്. അപ്പം അതുപോലെ വേണം എന്നതാ. അപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് കണ്ണുണ്ടായിട്ടും കാണാണ്ട് പോയി, ചെവി ഉണ്ടായിട്ടും കേൾക്കാണ്ട് പോയി, കൂടെ ഉണ്ടായിട്ടും ആ സ്പർശനം ഒക്കെ അനുഭവിച്ചിട്ട് പോലും അറിയാണ്ട് പോയി, ആ ഭഗവാനെ അറിയാണ്ട് പോയി. അങ്ങനെ ആ സൗന്ദര്യത്തിൻ്റെ ശരിക്കും ഏതു വിധത്തിലും ആ ഭഗവാന്റെ മായാബലം കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ശരിക്കും ആശ്ചര്യം ജനിപ്പിക്കാൻ മതിയായ ലോകോത്തരമായിട്ടുള്ള സൗന്ദര്യം നിറഞ്ഞതും ആഭരണങ്ങൾക്ക് ആഭരണമായിരിക്കുന്നതും അവയവങ്ങളോട് കൂടിയതും ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനവുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വത്തെ ആരാണ് ഇവർക്കൊന്നും യാദവർക്കൊന്നും അറിയാണ്ട് പോയി. ധർമ്മപുത്രരുടെ രാജ്യസൂയത്തിൽ എന്തുണ്ടായത്? അഗ്രപൂജയെ സ്വീകരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന സമയത്ത് ആ ദിവ്യ ശരീരത്തെ നോക്കിയിട്ട് നേത്രങ്ങൾക്ക് മുഴുവനും കാണും തോറും കണ്ണിന് പീയൂഷമായിട്ട് തീരുന്ന ശരീരത്തിനെ സൃഷ്ടിച്ചതിൽ ബ്രഹ്മാവ് ഇതുവരെ സൃഷ്ടിച്ച ആ സൃഷ്ടികൗശലം മുഴുവനും കാണിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇതെങ്ങനെയാണ്? സ്വയമേവ
ആവിരാസീത്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയല്ല അല്ലേ? പക്ഷേ നമുക്കത് അറിയാത്തത് കൊണ്ട് എല്ലാവരും വിചാരിച്ചു ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും ഉത്തമമായ സൃഷ്ടി തന്നെയാണ്. കണ്ണിമിക്കാൻ പറ്റാണ്ട് ആ സൗന്ദര്യം, ആ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് കണ്ണിൻ്റെ മിഴി ചിമ്മുക പോലും ചെയ്യാണ്ട് ആ ഭഗവാനെ ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ രാസക്രീഡാ സമയത്ത് അനുരാഗസൂചകമായിട്ടുള്ള വിലാസദൃഷ്ടി കൊണ്ട് ഗോപസ്ത്രീകളെ ഭഗവാൻ ചെയ്തതായിട്ടുള്ള സൽക്കാരത്തെ പ്രാപിച്ചിട്ട് അവർക്ക് മനസ്സിലായി ഇത് ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ശരീരബോധം എന്താണ്? ആദ്യമേ തന്നെ ഭഗവാനോട് കൂടി ചേരാൻ വേണ്ടിയിട്ട് ആ ഗോപികമാർക്ക് വേറെ ഒന്നും ഉണ്ടായില്ല. അവരുടെ തപസ് എന്തായിരുന്നു? അവർക്ക് കൃഷ്ണൻ 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 രാവും പകലും ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പകൽ മുഴുവനും കൃഷ്ണൻ്റെ കൂടെ കഴിയണു. രാത്രിയായാൽ രാവിലെ ആവാൻ വേണ്ടിയിട്ട് കൊതിയോടുകൂടി കാത്തിരിക്കുന്നു ആ ഭഗവാന്റെ സമീപത്തെത്താനായിട്ട്. ഭഗവാന്റെ കളിയും ചിരിയും വർത്തമാനവും കാര്യങ്ങളും അങ്ങനെ അവരുടെ ഉള്ളിൽ വരണ ദേഷ്യവും കോപവും സന്തോഷവും സ്നേഹവും എല്ലാം അവർക്ക് ആരോടെ പ്രകടിപ്പിച്ചിരുന്നുള്ളൂ? ഭഗവാനോടെ പ്രകടിപ്പിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവരേതാ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് ഈ ശരീരബോധം വെടിയാണ്ട് എന്നെ പൂർണ്ണമായിട്ടും അറിയാനോ അനുഭവിക്കാനോ സാധിക്കില്ല എന്ന് ബോധിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ആ വസ്ത്രാപഹരണ ലീല. കാരണം വസ്ത്രം അല്ലെ ശരീരം ആണ്. ആ ശരീരബോധം വെടിയാണ്ട് സാധിക്കില്ല. എല്ലാ സർവാത്മന അതിലിപ്പോൾ നമ്മൾ പറയേണ്ടത് ഒരു കൈ കൊണ്ട് തൊഴുതു, രണ്ട് കൈ കൊണ്ട് തൊഴുതു, പിന്നെ അങ്ങനെയൊക്കെ പറയണ്ടേ. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ പിടിച്ച് നമ്മളുടെ ആ അഭിമാനം കളയാണ്ടൊക്കെ നമ്മൾ ഭഗവാനിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ടും സമർപ്പണമൊന്നും ചെയ്യാണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ ഒരു അഭിമാനം സൂക്ഷിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുമ്പോൾ ഭഗവാൻ പറയണു ഇങ്ങനെയല്ല, സർവാത്മന നമസ്കരിക്കണം അല്ലേ? നമുക്ക് രാധേശ്യാം എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് പറയും. എല്ലാവരും ചോദിക്കുന്നത് എന്തിനാ അങ്ങനെ പറയണേന്ന്. എല്ലാം സർവസമർപ്പണത്തിൻ്റെ പ്രതീകമാണ് അങ്ങനെ ചെയ്യണത്. അപ്പം എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഭഗവാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ദേഹാഭിമാനത്തെ ഇല്ലാണ്ടാക്കി. ആ ദേഹാഭിമാനത്തെ അവരുടെ ദേഹാഭിമാനം അവർക്ക് സ്വയം ഇല്ലാണ്ടായെന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ സൗന്ദര്യത്തിലെ ആ ഒരു ദേഹമാണ് ഈശ്വരൻ, ഈ കാണുന്ന സ്വരൂപമാണ് ഈശ്വരൻ എന്നുള്ളൊരു ഭാവം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാവത്തെയും ഇല്ലാണ്ടാക്കണം. അവരവരുടെ ശരീരബോധം ഇല്ലാണ്ടാക്കിയെന്ന് മാത്രമല്ല, മറ്റ് വേറിട്ട് കാണുന്ന ആ ഭഗവാൻ വേറിട്ട് കാണേണ്ടവനല്ല, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കേണ്ടതാണെന്ന് ബോധിപ്പിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ആ ശരീരം അവരുടെ രാസക്രീഡ സമയത്ത് സ്വന്തം ആ രൂപത്തെയും മറച്ചു. അപ്പോൾ ആ വിരഹതാപത്താൽ അവർ കരഞ്ഞ് ആദ്യം വിരഹതാപത്താൽ കരയാണ്. എല്ലാ ദിക്കിലും ഭഗവാനെ അന്വേഷിച്ച് നടന്ന് ആ തീവ്രമായ ഒരു പ്രണയഭാവം, ആ പ്രേമഭാവം ഉള്ളിൽ നിറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അഖിലദേഹിനാം അന്തരാത്മദൃക്, എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കേണ്ടത് തന്നെ ആണ് ഭഗവാൻ എന്ന് മനസ്സിലായി. ഇപ്പോൾ ഭഗവാൻ അവരുടെ മുമ്പിൽ വീണ്ടും പ്രകടമായി. ആ പ്രകടമായി എന്നുണ്ടെങ്കിലും ഓരോ ഗോപികമാർക്കും ഓരോ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആത്മാനന്ദത്തെ അനുഭവിച്ചു എന്ന് പറയുന്നു. കഥയിൽ നമ്മളങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ തത്വം എന്താണ്? എല്ലാവരും അവരവരുടെ ആത്മാവായിട്ടിരിക്കുക ആത്മാനന്ദത്തെ അനുഭവിച്ചു. അവരുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാണ്. അങ്ങനെ ആ ഭഗവാൻ അവരുടെ ആ ഭഗവാനിലെ അല്ലേ, അതുപോലെ ആ ഗോപസ്ത്രീകൾ എന്താ ചെയ്യണത്? ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചു. അതേ ഗോപസ്ത്രീകൾ എന്ത് ചെയ്തു? ആ ഭഗവാനെ കാണാനായിട്ട് ഭഗവാന്റെ ചേഷ്ടകളെ പറ്റിയിട്ട് അല്ലേ, ആ ഒരു ഇടയ്ക്ക് ഇവിടെയൊക്കെ എത്തനേക്കാളും ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടതോടു കൂടിയിട്ട് അവരുടെ ആ ഹൃദയത്തിനെ ഭഗവാൻ അപഹരിച്ചു. ചിത്തചോരനായിട്ടുള്ള ഭഗവാൻ അപഹരിച്ചു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ചിത്തം എപ്പോഴും ആരുടെ കൂടെയായി? ഭഗവാന്റെ കൂടെയായി അല്ലേ. അപ്പോഴാണ് ഈ ഗോപസ്ത്രീകൾ തൻ്റെ ഗൃഹകൃത്യങ്ങളിൽ പോലും ചിലപ്പോൾ അവർക്ക് ഓരോരോ
ബുദ്ധിമുട്ടുകൾ വന്നു. വെള്ളം കോരാനായിട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കുന്ന സമയത്താണ് കൃഷ്ണനെ ആലോചിക്കണമെന്ന് വെച്ചാൽ വെള്ളം കോരാൻ മറന്നു പോണു. പാലടപ്പത്ത് വെച്ച് കൃഷ്ണനെ ആലോചിക്കുമ്പോൾ പാല് തിളച്ച് പോകേണ്ട അറിയാണ്ട് പോണു. ഭക്ഷണം വിളമ്പണോട്ട് ഭഗവാനെ ആലോചിക്കുമ്പോൾ ആ ഭക്ഷണം വിളമ്പാൻ മറന്നു പോണു. ആദ്യത്തെയൊക്കെ ഒരു അവസ്ഥ ഇതുപോലെ ആയിരിക്കും എന്ന് മനസ്സിലാക്കി തരികയാണ് ആ ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ചിട്ട്. പിന്നെ അതിൽ നിന്ന് കുറേശ്ശെ വന്നിട്ട് ആ ഒരു ഭാവമൊക്കെ വെടിഞ്ഞിട്ട് ശരീരം തൻ്റെ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശരീരവും ഈ മനസ്സ് പോണതിൻ്റെ പിന്നാലെ പോയിട്ട് ശരീരം അതിൻ്റെ കർമ്മങ്ങളൊന്നും ആദ്യമൊന്നും കൃത്യമായിട്ട് വന്നു എന്ന് വരില്ല. പിന്നീട് ശരീരം അതിൻ്റെ കർമ്മങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കണു. പക്ഷേ ആ മനസ്സ് ഭഗവാനോട് കൂടി ചേർന്നിരിക്കണു. ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വര പൂജയായിട്ട് മാറണു. അതുകൊണ്ട് അപ്പോൾ എങ്ങനെ പറയണു. അപ്പോൾ അതുപോലെ അതാണ് അങ്ങനെ ആ ജന്മാദി വികാരരഹിതനായിട്ടുള്ള ഭഗവാന്റെ അവതാര പ്രയോജനത്തെയാണ് ഇതിലൂടെയൊക്കെ പറയണത്. കാണപ്പെടുന്ന രൂപങ്ങളെല്ലാം ആ ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. അത് എല്ലാ ഭാവത്തോടു കൂടിയിട്ടും നമ്മുടെ മുമ്പിൽ കാണുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അരണിയിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി അരണി കടയുമ്പോൾ എങ്ങനെയാണോ പ്രകടമാകുന്നത് അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഓരോരോ നിമിത്തങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓരോ സമയത്തും പല രൂപഭാവത്തിൽ പ്രകടമാവുകയാണ് ചെയ്യണത് എന്ന് പറയണം. അങ്ങനെ ജനന മരണാദികളില്ലാത്ത ഭഗവാൻ വസുദേവഗൃഹത്തിൽ ജനിച്ചതും ഗോകുലത്തിൽ വളർന്നതും അതിപരാക്രമശാലിയായ ശത്രുഭയം അഭിനയിച്ചിട്ട് മധുരാപട്ടണം വിട്ടൊഴിഞ്ഞതൊക്കെ ആലോചിക്കുമ്പോൾ അത്ഭുതം തന്നെയല്ലേ ഉണ്ടാവണേ. പറയാം, അതൊക്കെ എനിക്ക് ആലോചിക്കുമ്പോൾ ആ ഒരു വിരഹ ദുഃഖം എൻ്റെ ഉള്ളിൽ വരികയാണ് എന്ന് പറയാം. കംസവധം കഴിഞ്ഞ ശേഷം അച്ഛനമ്മമാരായ ദേവകി വസുദേവന്മാരുടെ പാദങ്ങളെ വണങ്ങി തൊഴുതുകൊണ്ട് നിന്നിരുന്ന രാമകൃഷ്ണന്മാർ, അമ്മേ അച്ഛാ, കംസനെ ഭയപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയും ഇങ്ങോട്ട് വരാഞ്ഞത്. അതുകൊണ്ടാണ് അച്ഛനമ്മമാർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത്. അച്ഛനമ്മമാരെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കാത്ത മക്കളല്ല എന്നെല്ലാം പറഞ്ഞ് അവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിക്കണം. ആ ഭാഗമൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ഹൃദയം തപിക്കുകയാണ് ചെയ്യണത്. ഭഗവാന്റെ ആ വല്ലി പോലെ ഉല്ലസിക്കുന്ന പുരികക്കൊടികളുടെ ചലനരൂപമായിട്ടുള്ള അന്തകനെ കൊണ്ട് ഭൂഭാരത്തെ നിശേഷം നശിപ്പിച്ച ആ മഹാപരാക്രമശാലിയായിട്ടുള്ള ഭഗവാന്റെ പാദപത്മ ധൂളികളുടെ സൗരഭ്യത്തെ ഘ്രാണിച്ചെറിഞ്ഞ പുരുഷന് അത് മറന്നു കളയാൻ എങ്ങനെയാണ് സാധിക്കുക? ഭഗവാൻ ഓരോ പാദരേണുക്കളിൽ പോലും ആ സച്ചിദാനന്ദ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നതാണ്. അതാണ് വൃന്ദാവനത്തിൽ എന്നാൽ ആ സച്ചിദാനന്ദ ഗന്ധത്തെ ആവണം നമ്മൾ അനുഭവിക്കാനായിട്ട് പോകേണ്ടത്. ആ സച്ചിദാനന്ദ ഗന്ധമാണ് തേടേണ്ടത്. അല്ലാണ്ട് പലരും ചെല്ലുമ്പോൾ അവിടെ അങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, ഇവിടെ വൃത്തിയല്ല, അവിടെ ശരിയല്ല, ഇതാണോ വൃന്ദാവനം. പക്ഷേ ആ ലൗകികമായ ദൃഷ്ടികളെ കൊണ്ട് നമ്മളത് അന്വേഷിക്കുമ്പോൾ കാണുന്നിടത്ത് മുഴുവൻ അതായിരിക്കും. ആന്തരികമായ ഭാവങ്ങളെ കൊണ്ട് ഈ ശ്ലോകങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആ ഭഗവാൻ നടന്ന ആ വഴിയിലൂടെ ആ സച്ചിദാനന്ദ ഗന്ധത്തെ അനുഭവിക്കാൻ കൊതിച്ചുകൊണ്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ സച്ചിദാനന്ദ ഗന്ധം നമ്മളിലേക്ക് എത്താതിരിക്കില്ല, എത്തുക തന്നെ ചെയ്യും. അത് ഒരു പക്ഷേ എത്തുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അല്ലേ, ഇപ്പോൾ ഈ കോവിഡ് എന്നുള്ള അസുഖം വന്നത് സമയത്ത് നമുക്ക് വാസന അറിയില്ല, നാവിന് രുചി അറിയില്ല. ഒരു അത്രയും നല്ല സുഗന്ധമുള്ള ഒരു ചെമ്പനീർ പൂവ് നമുക്ക് തന്നു, മണപ്പിച്ച് നോക്കിയിട്ട് ഇതിനൊരു മണമില്ല, പൊട്ട എന്ന് പറഞ്ഞ് നമ്മൾ വീക്കുക. അതിന് മണമില്ലാത്തത് കൊണ്ടല്ല, നമ്മളുടെ ആ ഘ്രാണശക്തി ഇല്ലാണ്ടായതുകൊണ്ടാണ്. അല്ലെ, എത്രയോ മധുരമായിട്ടുള്ള സാധനം നാവിൽ തന്നാലും ഇത് ഒരു രുചിയില്ലാത്ത സാധനം, വൃത്തികെട്ടതെന്ന് നമ്മൾ പറയണം. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് അരോചകമായിട്ട് തോന്നുന്നത്. എന്താ, അതിൻ്റെ ഗുണങ്ങളെ അറിയാനുള്ള ആ കഴിവൊന്നും നമുക്ക് ഇല്ലാണ്ട് പോവുകയാണ് ചെയ്യണത്. നമ്മളൊക്കെ ഇങ്ങനെ മരവിച്ചെന്നാവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരവസ്ഥയാണ്. അത് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നീട് ആ ചികിത്സയൊക്കെ ചെയ്ത് മരുന്നൊക്കെ കഴിച്ചാൽ രോഗമൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ അതിന് മണമുണ്ട്, രുചിയുണ്ട്, നമുക്ക് തിരിച്ചു വന്നു. അതുപോലെ നമ്മളെ ഈ ഭവരോഗമാകും വന്ന് പിടിപെട്ടേക്കാണ്. ആ ഭവരോഗത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടണമെങ്കിൽ എന്തു വേണം?
ആ ഭഗവാന്റെ ആ പ്രേമം നമ്മളിലേക്ക് നിറയണം. ആ പ്രേമമാകുന്ന ആ ഒരു മരുന്ന് കൊണ്ട് മാത്രമേ ഈ ഭവരോഗത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റുള്ളൂ. അതുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശ്വരനാമങ്ങളെ ജപിച്ച് 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 അല്ലേ? മരുന്ന് കഴിക്കാനോ ഇതൊക്കെ ചെയ്യാനോ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തിനു വേണം? രോഗം മാറണമെങ്കിൽ മരുന്ന് കഴിക്കാണ്ട് പറ്റില്ല. അപ്പോൾ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിക്കാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാമം ജപിക്കണവരടുത്ത് പോയി ഇരിക്കുക. അവർ ജപിക്കുന്നത് ഇങ്ങനെ കേൾക്കുക. കുറേ കേട്ട് കഴിയുമ്പോൾ നമ്മളറിയാണ്ട് താനറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടു പിരിയാത്ത നാരായണ. നമ്മുടെ നാമത്തിൽ ആ നാമം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഏത് ഊണിലും ഉറക്കത്തിലും നമുക്ക് ആ നാമം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ സൗരഭ്യം ഘ്രാണിച്ച ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് അതിനെ മറന്നു കളയാൻ സാധിക്കുക? ദോഷരഹിതമായിട്ടുള്ള യോഗാഭ്യാസത്താൽ പരമസിദ്ധിയെ ആ യോഗികൾ എന്താ വിചാരിക്കണത്? പരമസിദ്ധി വേണമെന്ന് വിചാരിച്ചിട്ട് പല വിധത്തിലുള്ള യോഗാഭ്യാസങ്ങളെ കൊണ്ട് ആ സിദ്ധിയെ നേടാനായിട്ട് നോക്കണു. അപ്പോൾ പക്ഷേ ആ ധർമ്മപുത്രരുടെ രാജസൂയ സമയത്ത് ഭഗവാനെ ദ്വേഷിച്ചു. ആരാ ദ്വേഷിച്ചത്? ആ ഭഗവാനെ ദ്വേഷിച്ചു. ശത്രുവായിരുന്നു ശിശുപാലൻ അല്ലേ? ആ ശിശുപാലൻ ദ്വേഷിച്ചിട്ട് പോലും ആ ശിശുപാലന് എന്ത് കിട്ടി? ആ ശിശുപാലന് മോക്ഷം കൊടുത്തു ഭഗവാൻ. ആ തന്നെ ദ്വേഷിക്കുമ്പോൾ ഈ ശരീരത്തിൽ നീ ഇനിയും തുടർന്നാൽ ഈശ്വര നിഷേധം കൂടും, അത് നിനക്ക് ദോഷമായിട്ട് തീരും. അതുകൊണ്ട് ഈ ശരീരം ഇനി നിനക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി വേറൊരു ശരീരം സ്വീകരിക്കട്ടെ എന്നുള്ള മട്ടിൽ ഭഗവാൻ ഇതാ അനുഗ്രഹിക്കുകയാണ്. ഇനി ഇങ്ങനെയുള്ള ശരീരത്തിലിരുന്നാൽ അങ്ങനെ ആ ശരീരത്തിൽ നിന്നും മുക്തനാക്കി തന്നോട് തന്നെ ചേർത്തു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ കാരുണ്യമൂർത്തിയാണ്. ആ കാരുണ്യമൂർത്തിയുടെ വിയോഗം സേവകനായിട്ടുള്ള എന്നെപ്പോലെ ഒരാൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? വിരഹ ദുഃഖം താങ്ങാൻ സാധിക്കണില്ല. അതുപോലെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആയിട്ടുള്ളവരൊക്കെ എല്ലാ ലോകവീരന്മാരെയും തൻ്റെ ആ ഒരു നോട്ടം കൊണ്ട് അവരുടെ ആയുസ്സിനെല്ലാം ഒരു നോട്ടം കൊണ്ട് ആ ആയുസ്സിനെല്ലാം അപഹരിച്ചുകൊണ്ട് അർജുനൻ്റെ അസ്ത്രത്തിനെ നിമിത്തമാക്കിക്കൊണ്ട് അവർക്കൊക്കെ എന്തു ചെയ്തു? സാക്ഷാൽ ആ വൈകുണ്ഠപ്രാപ്തി കൊടുത്തതും ഈ ഭഗവാൻ തന്നെയല്ലേ? പിന്നെ ആ ഭഗവാൻ നിസ്തുലനും നിരതിശയനും ത്രിലോകാധിപനുമായിട്ടുള്ള ആ ഭഗവാനുണ്ടല്ലോ, ആ ഭഗവാൻ ഇന്ദ്രാദി പാലകന്മാരാൽ നമസ്കരിക്കപ്പെട്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് ആ പഥപീഠത്തോടു കൂടിയവനാണ് ആ ഭഗവാൻ. ആ ഭഗവാൻ്റെതാ ആ എന്നിട്ട് അങ്ങനെയുള്ള എല്ലാവരാലും പൂജിക്കപ്പെട്ട ആ ഭഗവാൻ എല്ലാവരും നമസ്കരിക്കണു. എല്ലാ ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ നമസ്കരിക്കുന്ന ആ ഭഗവാൻ എന്ത് ചെയ്തു? വേഗം ചെന്നിട്ട് ഉഗ്രസേന മഹാരാജാവിനെ ചെന്നങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാനിതാ വന്നിരിക്കണു. എന്നിട്ട് എന്താ വേണ്ടേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങയുടെ സേവകനാണ്, അങ്ങ് എന്താ ചെയ്യണേന്ന് കൽപ്പിച്ചോളൂ, ഞാനതനുസരിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് തൻ്റെ ആ ജീവിതോദ്ദേശത്തിലുള്ള ആ ഓരോരോ രംഗങ്ങളെയും അത്രയും സുന്ദരമാക്കിയിട്ട് അഭിനയിച്ചു തീർത്തു ഭഗവാൻ അല്ലേ? അതൊക്കെ ആലോചിക്കുമ്പോൾ ഹേ വിതുരരെ, എനിക്ക് വിരഹം അതൊക്കെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് ഞാനിങ്ങനെ കാണുന്ന കാഴ്ചകളല്ലേ അതൊക്കെ ഓരോന്നും എൻ്റെ അന്തരംഗത്തിൽ ആ വിരഹത്തെ ഉണ്ടാക്കി തരികയാണ് ചെയ്യണത്. അതുപോലെ ഭഗൻ്റെ സഹോദരിയായിട്ടുള്ള പൂതന ഭഗവാനെ വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് കാളകൂടം പുരട്ടിയിട്ട് വലിയ വിഷം പുരട്ടിയിട്ട് ആ സ്ഥലത്തെ നൽകിയില്ലേ? അപ്പോൾ ആ സ്ഥലത്തെ നൽകിയപ്പോൾ അമ്മയുടെ ആ സ്തന്യം കുടിക്കുന്ന അതേ ചാതുര്യത്തോടു കൂടിയിട്ട് ആ സ്തന്യം കുടിക്കുന്നത് പോലെ ഭഗവാൻ അവളുടെ ഉള്ളിലുള്ള എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളെയും വലിച്ചെടുത്തിട്ട് അവൾക്ക് അമ്മയ്ക്ക് നൽകുന്ന പോലത്തെ ഗതി നൽകി. അങ്ങനെ ആ ഗതി കൊടുത്തില്ല കാരുണ്യമൂർത്തി. അങ്ങനെയുള്ള ആ കാരുണ്യമൂർത്തി ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് വിരഹം താങ്ങാൻ സാധിക്കണില്ല.
ഇനിയിപ്പോൾ നമ്മൾ ഇനി ആരെയാണ് ശരണം പ്രാപിക്കുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ ഇവിടെ ഉദ്ധവർ പറയുകയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരാദി കൃത്യങ്ങളെ നടത്തിയിട്ട് ലോകത്തെ നിലനിർത്തിയിട്ട് വരുന്ന ഭഗവാനിലെ ദ്വേഷം ജനിച്ചതുകൊണ്ടാണ് ശത്രുവാണെന്ന ഭാവത്തിൽ സംഹരിക്കാനുള്ള മാർഗചിന്തനം നിമിത്തം ഉള്ള അസുരന്മാർ ഭഗവത് ഭക്തന്മാരായിട്ട് മാറിയിട്ട് അവർക്കും ഈശ്വരൻ മോക്ഷഗതി നൽകി. ചക്രായുധം ധരിച്ച ഗരുഡൻ്റെ പുറത്തിരുന്നിട്ട് നേരിട്ട് പാഞ്ഞു വരുന്ന ആ ഭഗവാനെ അവരാണല്ലോ കണ്ടിരിക്കുന്നത്. കണ്ണുകൊണ്ട് ആ ഭഗവാനെ കണ്ടുകൊണ്ടാണ് അവർ ശരീരം വെടിഞ്ഞത്. അപ്പോൾ അവർക്ക് എപ്പോഴും സാരൂപ്യമുക്തി തന്നെയാണ് ലഭിച്ചിട്ടുണ്ടാവുക. ആ പ്രേമഭക്തിയാൽ ഭഗവാന്റെ ശാന്തരൂപത്തെ ഭക്തന്മാർ കാണുന്നു, ദ്വേഷഭക്തിയാൽ അസുരന്മാർ ഘോരരൂപത്തെയും കാണുന്നു. ഏത് വിധത്തിൽ കണ്ടാലും ഭഗവാനെ കണ്ടാൽ അവർക്ക് ആ സാക്ഷാത്കാരം ലഭിക്കും എന്ന് തന്നെ ചെയ്യുമെന്ന് പറയാം. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന കൊണ്ട് ഭൂമിയിലുള്ള അധർമ്മിഷ്ഠന്മാരായിട്ടുള്ളവരൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വസുദേവന് ദേവകിയിലെ പുത്രനായിട്ട് കംസൻ്റെ കാരാഗ്രഹത്തിലല്ലേ ഭഗവാൻ ജനിച്ചത്. അതിനുശേഷം കംസനെ ഭയപ്പെട്ടിട്ട് ആ പിതാവായ വസുദേവൻ നന്ദഗോകുലത്തിൽ കൊണ്ടുചെന്നാക്കി. അപ്പോൾ അവിടെ 11 വർഷക്കാലം അരണിയിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി, ആ അഗ്നിയുടെ ആ അരണിയുടെ ഉള്ളിൽ അഗ്നിയുണ്ട്. പക്ഷേ അരണി കടഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് അഗ്നി ഉണ്ടെന്ന് അറിയുള്ളൂ, അതുപോലെ അറിയില്ല. അതുപോലെ ആ വൈഭവത്തെ പ്രകടമാക്കാണ്ട് ആ 11 വർഷക്കാലം ബലരാമനോടുകൂടി അവിടെ താമസിച്ചു. അതുപോലെ പശുക്കുട്ടികളെ പാലിക്കുന്ന വേലയിൽ ഏർപ്പെട്ടു. അല്ലെ, സാധാരണ ഒരു ഇടയ ബാലൻ്റെ പോലെ പശുക്കുട്ടികളെ മേച്ചു ഗോപന്മാരോട് കൂടി ചേർന്നു സാധാരണ കുട്ടികളെ പോലെ പല വിധത്തിലുള്ള കളികളും കളിച്ചുകൊണ്ട് ആ യമുന നദിയുടെ തീരത്തൊക്കെ പല വിധത്തിലും കളിച്ചു കൊണ്ടിരുന്നാൽ അത് കണ്ടാൽ ആർക്കും അതൊരു ആ വൈഭവത്തെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ വൈഭവത്തെ തിരിച്ചറിയാൻ സാധിക്കില്ല. സാധാരണ ഒരു കുഞ്ഞെന്നേ തോന്നുള്ളൂ. അങ്ങനെ ആ ചില അവസരങ്ങളിൽ എന്ത് ചെയ്യണു, ആ സിംഹക്കുട്ടികളെ പോലെ, അതായത് ആ ബാലലീലയിലൊക്കെ ഇങ്ങനെ ഇരിക്കണ, ചിലപ്പോൾ ആ കൊച്ചു ആ സിംഹത്തിനെ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് ആ ഗോപന്മാരെയൊക്കെ നോക്കണതുണ്ട് അത്രേ. ആ സിംഹക്കുട്ടികൾ അങ്ങനെയാണ്, അവരിങ്ങനെ കുറച്ച് നടന്ന് കഴിഞ്ഞിങ്ങനെ തിരിഞ്ഞ് നോക്കും അത്രേ. അങ്ങനെ തിരിഞ്ഞു നോക്കണ പോലെ ധീരമായ ഭാവത്തോടുകൂടി തിരിഞ്ഞു നോക്കും. അതുപോലെ അവരെയൊക്കെ നോക്കിക്കൊണ്ട് ചിലപ്പോൾ നിൽക്കണു, ചിലപ്പോൾ കരയണു, ചിലപ്പോൾ ചിരിക്കണു, ചിലപ്പോൾ കരയിപ്പിക്കണു, ചിലപ്പോൾ മറ്റുള്ളവരെയൊക്കെ ചിരിപ്പിക്കണു. അങ്ങനെയുള്ള ബാലചേഷ്ടകളെയൊക്കെ ആ വ്രജവാസികൾക്ക് കാട്ടിക്കൊടുത്തിട്ട് അവരെയൊക്കെ വ്യാമോഹിപ്പിച്ചതും ഈ ശ്രീകൃഷ്ണ ഭഗവാനല്ലേ. കുറേ കൂടി പ്രായം ചെന്നപ്പോൾ ആ കുട്ടികളെ മേയ്ക്കുന്ന പശുക്കുട്ടികളെ മേയ്ക്കുന്ന വേല വിട്ടിട്ട് എന്ത് ചെയ്തു, ആ ഭംഗിയുള്ള പശുക്കളെയും കാളകളെയൊക്കെ പരിപാലിക്കാനുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടു. അങ്ങനെ ഗോപന്മാരെ അപ്പൊക്കെ എന്ത് ചെയ്തു, വേണുഗാനത്താൽ ആ ഗോപന്മാരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ആ ഗോകുലത്തിൽ വളരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് കേട്ടറിഞ്ഞ കംസൻ ആ ഭഗവാനെ വധിക്കാനായിട്ട് മായാവികളായ അസുരന്മാരെ പറഞ്ഞയച്ചു. അപ്പോൾ ആ ഓരോ രൂപങ്ങളെ എടുത്തുകൊണ്ട് ആ ഭഗവാന്റെ സമീപത്ത് വന്നു ചേർന്നു. പക്ഷേ കളിക്കോപ്പുകൾ വിനോദമായിട്ട് എറിഞ്ഞുടയ്ക്കണ പോലെ അവരെ എല്ലാവരെയും അവരുടെ ആ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്കെല്ലാവർക്കും മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ആ വിഷം നിറഞ്ഞ ജലമുണ്ടല്ലോ യമുനയുടെ ആ യമുനയിൽ കാളിയൻ വന്ന് വസിക്കുന്ന സമയത്ത് അതിലെ ജലം മുഴുവനും വിഷം നിറഞ്ഞതായിട്ട് തീർന്നു. അത് ഗോക്കൾക്കും ഗോപക്കുട്ടികളൊക്കെ അത് കുടിച്ചിട്ട് മരിച്ചു വീണ സമയത്ത് ഭഗവാൻ അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഗോക്കളെയും ഗോപന്മാരെയൊക്കെ കടാക്ഷം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് അവരെയൊക്കെ ജീവിപ്പിച്ച് കാളിയൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് നദിയിലെ ജലം എല്ലാവർക്കും ഉപയോഗപ്രദമാക്കി തീർത്തു എന്ന് പറയുന്നു. അതുപോലെ ആ പശുക്കളുടെ അഭിവൃദ്ധി നിമിത്തം നന്ദഗോപർക്ക് ആ ഭണ്ഡാരം, അതായത് ആ
ആ രാജഭണ്ഡാരമൊക്കെ നിറഞ്ഞു വർദ്ധിച്ചിരിക്കുന്നു. അതിനെ ചെലവ് ചെയ്യാൻ ആ നിറഞ്ഞിരിക്കണ ധനത്തിനെ ചെലവ് ചെയ്യണ്ടേ? വെറുതെ ധനം പെട്ടിയിൽ വയ്ക്കാൻ പാടില്ല. എന്തിനാ വേണ്ടേ? നമുക്ക് ആവശ്യത്തിൽ അധികമായ ധനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വര കാര്യങ്ങളെ ചെയ്യണം. അതാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഒരു അവസരം ഉണ്ടാക്കിയിട്ട് ഗോവർദ്ധന പൂജ എന്ന പേരിൽ ആ ധനത്തെ ചെലവഴിച്ചുകൊണ്ട് മനോഹരമായിട്ട് ഈ ഗോവർദ്ധന പൂജ ഗോക്കളെയും അതുപോലെ ആ മരങ്ങളെയും, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ പ്രകൃതിയെ പൂജിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രകൃതിയെയും ജന്തുക്കളെയും ജീവജാലങ്ങളെയൊക്കെ പൂജിക്കുക എന്നുള്ള സത്യത്തെ ഭഗവാൻ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഗോവർദ്ധനം പൂജ നടത്തി. അങ്ങനെ ആ ഗോവർദ്ധന പൂജ നടത്തിയപ്പോൾ തനിക്ക് ലഭിക്കേണ്ടത് ലഭിക്കാണ്ടിരുന്നപ്പോൾ ഇന്ദ്രൻ കോപിച്ചുകൊണ്ട് അതിവർഷം കൊണ്ട് ഗോകുലത്തെ നശിപ്പിക്കാൻ നോക്കിയപ്പോൾ ആ ഗോകുലത്തിലുള്ളവരെല്ലാവരും കൂടിയിട്ട് ആരെ ആശ്രയിച്ചു? ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചു. ആശ്രയിച്ചപ്പോൾ ഭഗവാൻ ഒരു കുടയെടുത്ത് ഉയർത്തണ പോലെ കളിയായിട്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയിട്ട് അതിൽ ആ അതിവർഷത്തിൽ നിന്ന് ഗോകുലത്തെയൊക്കെ പരിപാലിച്ചില്ലേ? ശരത്കാലത്ത് ആ മേഘം ഇല്ലാണ്ട് ഉദിച്ചുയരുന്ന ചന്ദ്രൻ്റെ കിരണങ്ങൾ എല്ലാ ദിക്കിലും ഇങ്ങനെ നിറഞ്ഞ് വിളങ്ങിക്കൊണ്ടിരിക്കണില്ലേ? ഒരു പ്രദോഷ സമയത്തിലെ ആ സമയത്തെ ബഹുമാനിക്കുന്നവൻ എന്ന നിലയിൽ ഓടക്കോയിലൊക്കെ മനോഹരമായി ഈ ഗാനം ചെയ്തു. ആ സമയത്ത് അവിടെ വന്നണിഞ്ഞ ഗോപികമാരുടെ സംഘത്തെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അവരോടുകൂടി ചേർന്ന് ആടിപ്പാടി രമിച്ച് എല്ലാവർക്കും ആ രാസം അനുഭവമാക്കി കൊടുത്തു. എല്ലാവരുടെയും ഉള്ളിലെ ആത്മാവായിരിക്കുന്നത് താൻ തന്നെയാണെന്നുള്ള സത്യത്തെ ബോധിപ്പിച്ചു കൊടുത്ത അതിമനോഹരമായ രാസക്രീഡയും നടന്നതൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു വ്രജലീലാ നിരൂപണം എന്നുള്ള ഈ ഒരു അധ്യായം അവിടെ സമർപ്പിച്ചു. ബാക്കി ഭാഗങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചതുപോലെ എല്ലാവരുടെയും ഉള്ളിലും ആ വ്രജം നിറഞ്ഞു നിൽക്കട്ടെ, വ്രജത്തിലെ ഓരോ ലീലകളും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓരോ അക്ഷരപ്പൂക്കളും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഓരോ ഭക്തരുടെയും പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണം എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം.